ഇനി നമുക്ക് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് ഇലാസ്റ്റിസിറ്റി നോക്കാം. എന്ന് വെച്ചാൽ ഇലാസ്റ്റിസിറ്റി അളക്കുന്നതിനുള്ള വിവിധ വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പെർസെൻറ്റേജ് മെത്തേഡ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ മെത്തേഡ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാണത് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. അപ്പൊ അതൊന്നും പറയുന്നില്ല, നമ്മളത് കണ്ടുപിടിച്ചതാണ്. മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ജോമെട്രിക് മെത്തേഡാണ്. ജോമെട്രിക് മെത്തേഡ്. Elasticity of a demand curve, linear demand curve can easily be measured geometrically. ഒരു linear demand curve നമ്മൾ നേരത്തെ പറഞ്ഞത് ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്തത്. ഇപ്പൊ നമ്മൾ നേരിട്ട് ഒരു ഡിമാൻഡ് കർവിൽ തന്നെ, ഒരു linear demand curve തന്നെ എങ്ങനെ ഇലാസ്റ്റിസിറ്റി കാണാമെന്ന് നോക്കാം. നമ്മൾക്ക് ഒരു ഡിമാൻഡ് കർവ് അവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഡിമാൻഡ് കർവിന്റെ വിവിധ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇ ഡി സി ബി എ. ഈ ഡിഫറെന്റ് പോയിന്റ്സിൽ ഇലാസ്റ്റിസിറ്റി എങ്ങനെ കാണാമെന്ന് നോക്കാം. ഡിമാൻഡ് കർവിൽ തന്നെ എങ്ങനെ കാണാമെന്ന് നോക്കാം. ഇലാസ്റ്റിസിറ്റി കാണാനുള്ള ഇക്വേഷൻ മറ്റൊന്നുമല്ല, ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ്. ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ്. താഴെയുള്ള ഭാഗം ഡിവൈഡഡ് ബൈ മുകളിലുള്ള ഭാഗം. ഡിമാൻഡ് കർവിന്റെ താഴെയുള്ള ഭാഗം ഡിവൈഡഡ് ബൈ മുകളിലുള്ള ഭാഗം. അങ്ങനെയാണെങ്കിൽ അറ്റ് ഇ എന്ന പോയിന്റ് എങ്ങനെയായിരിക്കും ഇലാസ്റ്റിസിറ്റി കാണുന്നത്? താഴെയുള്ള ഭാഗം എന്ന് പറയുന്നതാണ് ഇ എ ഡിവൈഡഡ് ബൈ ഇയുടെ മുകളിലേക്കൊന്നുമില്ല, അതുകൊണ്ട് 0. ഇ എ ഡിവൈഡഡ് ബൈ 0. എനി നമ്പർ ഡിവൈഡഡ് ബൈ 0 ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റീവ്. നേരത്തെ പറഞ്ഞാണ്. അപ്പോൾ അറ്റ് പോയിന്റ് ഇ ഇലാസ്റ്റിക് എന്താണ്? ഇൻഫിനിറ്റീവ് ആണ്. അറ്റ് പോയിന്റ് എ ആണെങ്കിലോ, ഏറ്റവും താഴെയുള്ള പോയിന്റ് ആണെങ്കിലോ, താഴേക്കൊന്നുമില്ല, അതുകൊണ്ട് ലോവർ സെഗ്മെന്റ് ഒന്നുമില്ല, അതുകൊണ്ട് 0 ഡിവൈഡഡ് ബൈ എ ഇ. 0 ഡിവൈഡഡ് ബൈ എ ഇ. 0 ഡിവൈഡഡ് ബൈ എനി നമ്പർ ഈസ് ഈക്വൽ ടു 0. അപ്പോ ആൻസർ എന്ത് കിട്ടി? 0. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. ഇനി നടുക്കുള്ള പോയിന്റ് സി എന്ന പോയിന്റിൽ എങ്ങനെയാണ് കാണുക? താഴേക്കുള്ള സെഗ്മെന്റ് എന്താണ്? സി എ ഡിവൈഡഡ് ബൈ സി ഇ ഈസ് ഈക്വൽ ടു, രണ്ടും തുല്യ ഡിസ്റ്റൻസ് ആണ്. സി എയിലേക്കുള്ള ഡിസ്റ്റൻസും നടുക്കുള്ള പോയിന്റ് ആയതുകൊണ്ട്, ലീനിയർ ഡിമാൻഡ് കർവ് ആയതുകൊണ്ട് സി എ ഡിസ്റ്റൻസും സി ഇ ഡിസ്റ്റൻസും സെയിം ആയതുകൊണ്ട് രണ്ട് നമ്പറും, ന്യൂമറേറ്റർ നമ്പറും ഡിനോമിനേറ്റർ നമ്പറും സെയിം ആയിരിക്കുന്നത് കൊണ്ട് ഈസ് ഈക്വൽ ടു 1. യൂണിറ്ററി ഇലാസ്റ്റിക് ആണ് സി എന്ന പോയിന്റ്. ഇനി പോയിന്റ് ഡിയിലാവുമ്പോൾ എന്തായിരിക്കും? ഡി എ ഡിവൈഡഡ് ബൈ ഡി ഇ. ഡി എ എന്ന് പറയുന്നത് ലോങ്ങർ പോർഷൻ ആണ്, ലാർജർ പോർഷൻ ആണ്, വലിയ നമ്പർ ആയിരിക്കും. ഡി ഇ ചെറിയ നമ്പർ ആയിരിക്കും. വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 1നേക്കാൾ കൂടുതലായിരിക്കും. സോ ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1. ഇനി പോയിന്റ് ബി, ലാസ്റ്റ് ഉള്ള പറയുന്നത് പോയിന്റ് ബി. പോയിന്റ് ബി ആവുമ്പോൾ എങ്ങനെയാണ്? ബി എ ഡിവൈഡഡ് ബൈ ബി ഇ. അവിടെ ബി എ ആണ് ചെറിയ നമ്പർ ആയിരിക്കുക, ബി ഇ വലിയ നമ്പർ ആയിരിക്കും. സോ when a small number is divided by a larger number, bigger number, answer will be less than 1. So at point B, elasticity will be inelastic. ഇങ്ങനെ ഡിമാൻഡ് കർവിൽ തന്നെ നമുക്ക്, ലിനിയർ ഡിമാൻഡ് കർവിൽ തന്നെ നമുക്ക് ജോമെട്രിക് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇലാസ്റ്റിക് എന്ന് കാണാം. ദാറ്റ് ഈസ് കോൾഡ് ആസ് ജോമെട്രിക് മെത്തേഡ് ഓഫ് മെഷറിംഗ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, മൂന്നാമത്തെ മെത്തേഡാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എന്ന് വെച്ചാൽ പണം ചെലവായതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ എത്ര പണം ചെലവാക്കി എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇലാസ്റ്റിസിറ്റി കാണുന്നു. അപ്പൊ ഇവിടെ ഇലാസ്റ്റിസിറ്റി ഈസ് മെഷേർഡ് ബൈ ചേഞ്ച് ഇൻ എക്സ്പെൻഡിച്ചർ ടു ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ പ്രൈസ് കുറയാണെന്ന് വരിക. പ്രൈസ് കുറയുമ്പോൾ കൺസ്യൂമറുടെ എക്സ്പെൻഡിച്ചർ കൂടിയോ കുറഞ്ഞോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇലാസ്റ്റിസിറ്റി കാണാം. അപ്പോ എങ്ങനെയാണ് എക്സ്പെൻഡിച്ചർ കാണുന്നത്? ഇപ്പോ ഒരു സാധനത്തിന്റെ വില 10 രൂപയാണ് കഴിക്കുക. 3 ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്തു. ഇപ്പൊ പ്രൈസ് 10 ആണ്, ക്വാണ്ടിറ്റി 3 ആണ്. എങ്ങനെയാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ കാണുന്നത്? 10 × 3 ഈസ് ഈക്വൽ ടു 30 ആണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. 10 എന്ന് പറയുന്നത് പ്രൈസ്, 3 എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി. എന്ന് വെച്ചാൽ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ എക്സ്പെൻഡിച്ചർ കിട്ടും. അപ്പൊ ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൂടുകയാണോ കുറയാണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാൻ പറ്റും. ആ മെത്തേഡിനെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇലാസ്റ്റിസിറ്റി ഈസ് മെഷേർഡ് ബൈ ചേഞ്ച് ഇൻ എക്സ്പെൻഡിച്ചർ ടു ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പൊ അങ്ങനെയാണ് നമുക്കൊരു ടേബിൾ നോക്കാം. പ്രൈസ്, ക്വാണ്ടിറ്റി. പ്രൈസ് 15, ക്വാണ്ടിറ്റി 3. അപ്പൊ എക്സ്പെൻഡിച്ചർ എത്രയാ? 45. പ്രൈസ് വീണ്ടും 10, ക്വാണ്ടിറ്റി 5. പ്രൈസ് കൂടുമ്പോൾ, പ്രൈസ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ക്വാണ്ടിറ്റി കൂടും നമുക്കറിയാം. അപ്പൊ എക്സ്പെൻഡിച്ചർ നമുക്ക് കാണാം 10 × 5 50. അടുത്തത് 5, 10,
ടോട്ടൽ എക്സ്പെൻഡിച്ചർ 50. അടുത്തതോ 3, 15, ടോട്ടൽ എക്സ്പെൻഡിച്ചർ 45. ഇങ്ങനെ നമ്മൾ 3 കോളംസ് ഉണ്ടാക്കി. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, ആദ്യത്തെ കേസിൽ പ്രൈസ് കുറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആദ്യത്തെ 2 കോളംസ് വളരെ ക്ലിയർ ആണ്. പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി കൂടും, ഡിമാൻഡ് കൂടും. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. പ്രൈസും ആ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കോളം നിങ്ങൾ നോക്കിയാൽ മതി. പ്രൈസ് 15 നിന്ന് 10 ആയിട്ട് കുറഞ്ഞപ്പോ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 45 നിന്ന് 50 ആയിട്ട് കൂടി. ടോട്ടൽ എക്സ്പെൻഡിച്ചർ 45 നിന്ന് 50 ആയിട്ട് കൂടി എന്ന് വെച്ചാൽ when the price decreases, if the total expenditure increases, if the expenditure increases, that is called as elastic demand. എന്ന് വെച്ചാൽ പ്രൈസ് കുറയുമ്പോൾ എക്സ്പെൻഡിച്ചർ കൂടുകയാണെങ്കിൽ ഡിമാൻഡ് എന്തായിരിക്കും? ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ടൈപ്പ്, 10 നിന്ന് വീണ്ടും പ്രൈസ് 5 ആയിട്ട് കുറഞ്ഞു. 10 നിന്ന് പ്രൈസ് വീണ്ടും 5 ആയിട്ട് കുറഞ്ഞു. ആ 10 ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയായിരുന്നു? 50 ആണ്. 5 ആയപ്പോഴും ടോട്ടൽ എക്സ്പെൻഡിച്ചർ വ്യത്യാസമുണ്ടോ? ഇല്ല, 50 തന്നെയാണ്. എന്ന് വെച്ചാൽ പ്രൈസ് കുറഞ്ഞപ്പോഴും ടോട്ടൽ എക്സ്പെൻഡിച്ചർ റിമൈൻ ദ സെയിം. പ്രൈസ് കുറഞ്ഞപ്പോഴും there is no change in total expenditure. That kind of demand is called as unitary elastic demand. എന്ന് വെച്ചാൽ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡിൽ എക്സ്പെൻഡിച്ചറിൽ യാതൊരു ചേഞ്ചും ഇല്ലെങ്കിൽ യൂണിറ്ററി ഇലാസ്റ്റിക് ആണ്. ഇനി മൂന്നാമത്തെ കേസ് നോക്കിയേ. പ്രൈസ് 5 നിന്ന് 3 ആയിട്ട് വീണ്ടും കുറഞ്ഞു. ടോട്ടൽ എക്സ്പെൻഡിച്ചർ 50 നിന്ന് 45 ആയിട്ട് കുറഞ്ഞു. എന്നുവെച്ചാൽ പ്രൈസ് കുറയുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചറും കുറയുകയാണെങ്കിൽ, പ്രൈസ് കുറയുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചറും കുറയുകയാണെങ്കിൽ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ഇപ്പൊ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. എന്ത്? പ്രൈസ് കുറയുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൂടുകയാണെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ്, പ്രൈസ് കുറയുമ്പോൾ നോ ചേഞ്ച് ആണെങ്കിൽ യൂണിറ്ററി ഡിമാൻഡ്, ഇലാസ്റ്റിക് ഡിമാൻഡ്, പ്രൈസ് കുറയുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറയുകയാണെങ്കിൽ എന്താണ്? ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ഇനി ഇതേ ടേബിൾ നിങ്ങൾ മുകളിലേക്ക് പോയി നോക്കുക. 3 നിന്ന് 5 ആയപ്പോൾ, പ്രൈസ് 3 നിന്ന് 5 ആയപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ത് സംഭവിച്ചു? പ്രൈസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ക്വാണ്ടിറ്റി കുറയും. നിങ്ങൾ നേരെ താഴെ നിന്ന് മുകളിലേക്ക് പോകും. നേരത്തെ നമ്മൾ മുകളിൽ താഴേക്കാണ് വന്നത്. ആ ടേബിളിന്റെ താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ 3 നിന്ന് 5 ആവുമ്പോൾ എക്സ്പെൻഡിച്ചർ 45 നിന്ന് 50 ആയിട്ട് കൂടി. സോ when the price increased, പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൂടുകയാണ്. ശരിയാണല്ലോ? ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൂടുകയാണെങ്കിൽ അത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. when the price increases, ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൂടുകയാണെങ്കിൽ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ഇനി 5 നിന്ന് 10 ആയിട്ട് പ്രൈസ് കൂടിയപ്പോഴോ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 50, നേരത്തെയും ഇപ്പോഴും 50, ടോട്ടൽ എക്സ്പെൻഡിച്ചർ വ്യത്യാസമില്ല, അപ്പോൾ യൂണിറ്ററി ആണ്. ഇനി വീണ്ടും പ്രൈസ് 10 നിന്ന് 15 ആയിട്ട് കൂടി, ടോട്ടൽ എക്സ്പെൻഡിച്ചറോ 50 നിന്ന് 45 ആയിട്ട് കുറഞ്ഞു, ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറഞ്ഞു, അത് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. അപ്പൊ ഇവിടെ പ്രൈസ് കൂടുമ്പോ ഡിമാൻഡ് പ്രൈസ് കൂടുമ്പോ എക്സ്പെൻഡിച്ചർ കൂടുകയാണെങ്കിൽ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, എക്സ്പെൻഡിച്ചർ കുറയുകയാണെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ്, സെയിം ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നോ ചേഞ്ച്, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് മനസ്സിലായി പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ എക്സ്പെൻഡിച്ചറിൽ യാതൊരു വ്യത്യാസവും ഇല്ലെങ്കിൽ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി മറ്റുള്ളത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ഓർത്തിരിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ സോൾട്ട് തന്നെ എടുക്കണം. ഉപ്പിന്റെ എക്സാമ്പിൾ എടുക്കണം. ഉപ്പ് ഹാസ് ഗോട്ട് നോ സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അധികം സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ല അല്ലെ, സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ് ഉപ്പ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിമാൻഡ് നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു ഗുഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലെങ്കിൽ ഡിമാൻഡ് എന്തായിരിക്കും? ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ സോൾട്ടിന് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്ന് അറിയാം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സോൾട്ടിന്റെ വില കുറയാണ്. സോൾട്ടിന്റെ വില കുറയാണെങ്കിൽ ഡിമാൻഡിൽ വലിയ വ്യത്യാസം ഉണ്ടാവോ? ഡിമാൻഡ് അപ്പോഴും സെയിം ആയിരിക്കും അല്ലെ. സോൾട്ട് മുമ്പ് 10 രൂപയെന്ന് വിളിക്കാം. മുമ്പ് 10 രൂപയായിരുന്നു സോൾട്ട്, ഇപ്പോ 5 രൂപയായി കുറഞ്ഞു. നമ്മൾ 1 കിലോ ഉപ്പാണ് വാങ്ങിക്കുന്നത് ഒരു മാസം. അപ്പൊ മുമ്പ് നമ്മൾ 10 രൂപ ചെലവാക്കിയിരുന്നു, ഇപ്പൊ നമ്മൾ എത്ര രൂപയെ ചെലവാക്കുന്നുള്ളൂ? 5 രൂപയെ ചെലവാക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ പ്രൈസ് കുറഞ്ഞപ്പോ എക്സ്പെൻഡിച്ചറും കുറഞ്ഞു. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് കാര്യത്തിൽ ക്ലിയർ ആണല്ലോ? പ്രൈസ് കുറയുമ്പോൾ എക്സ്പെൻഡിച്ചർ കുറഞ്ഞു. ഇനി 10 രൂപ എന്നുള്ളത് 20 രൂപയായിട്ട് കൂടി നിൽക്കാം. 10 രൂപയുള്ളത് 20 രൂപയായിട്ട് കൂടി കഴിഞ്ഞാൽ 1 കിലോ ഉപ്പിന് നമുക്ക് ഇപ്പോഴും വേണം
നമ്മുടെ എക്സ്പെൻഡിച്ചർ എത്തിൽ നിന്ന് എത്രയായിട്ട് മാറും? 10 നിന്ന് 20 കൂടും. അപ്പോൾ വില കൂടുമ്പോൾ when the price increases, expenditure also increases. അപ്പോൾ when the price increases, expenditure also increases. When the price decreases, expenditure also decreases. എന്ന് വെച്ചാൽ പ്രൈസും എക്സ്പെൻഡിച്ചറും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. ഏത് വസ്തുക്കളുടെ കാര്യത്തില്? ഇൻഇലാസ്റ്റിക് ഗുഡ്സിന്റെ കാര്യത്തില്, വളരെ നെസസറി ആയിട്ടുള്ള ഐറ്റംസിന്റെ കാര്യത്തില്, സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ലാത്ത ഗുഡ്സിന്റെ കാര്യത്തില്. ക്ലിയർ ആണോ? ഇതേപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്ക് അത്ര ആവശ്യം ഇല്ലാത്ത വസ്തുക്കൾ അല്ലെങ്കിൽ ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉള്ള വസ്തുക്കൾ, ലക്ഷറി ഐറ്റംസ് അല്ലെങ്കിൽ ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉള്ള ഐറ്റംസ്, എന്ത് ഐറ്റംസ് ആയിക്കോട്ടെ, ലക്ഷറി ഐറ്റംസ് തന്നെ ആണെന്നില്ല, ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉള്ള ഐറ്റംസിന്റെ കാര്യത്തില് സ്വാഭാവികമായിട്ടും വില കൂടുമ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്സിലേക്ക് പോകും. ഇത് വേണ്ടെന്ന് വെക്കും. വില കൂടുമ്പോൾ ഡിമാൻഡ് നല്ലോണം കുറയും. അപ്പോൾ നമ്മൾ ആ വസ്തുവിൽ ചെലവാക്കുന്ന പൈസ നല്ലോണം കുറയും, എക്സ്പെൻഡിച്ചർ നല്ലോണം കുറയും. വില കൂടുമ്പോൾ എക്സ്പെൻഡിച്ചർ നല്ലോണം കുറഞ്ഞു, വില കുറഞ്ഞപ്പോ എക്സ്പെൻഡിച്ചർ നല്ലോണം കൂടി. നിങ്ങൾക്കറിയാം അപ്പൊ അത്തരം ഗുഡ്സിന്റെ കാര്യത്തില്, അപ്പൊ ഇലാസ്റ്റിക് ഗുഡ്സിന്റെ കാര്യത്തില്, ഇപ്പോ ഞാൻ ഈ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ട്സുകൾ ധാരാളമുള്ള വസ്തുക്കൾ തന്നെയാണ്. ഇലാസ്റ്റിക് ഗുഡ്സിന്റെ കാര്യത്തില് വില കുറയുമ്പോ ധാരാളം എക്സ്പെൻഡിച്ചർ കൂടും, വില കൂടുമ്പോ ധാരാളം എക്സ്പെൻഡിച്ചർ കുറയും. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഏത് രണ്ടും? എക്സ്പെൻഡിച്ചറും അതുപോലെ പ്രൈസും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് പോകുന്നത്. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. നമ്മൾ ഈ മേളകളൊക്കെ നടക്കുമല്ലോ, മേളകളിലൊക്കെ അവർ ചെയ്യുന്നതാണ് വില കുറയ്ക്കും. ഏതിടത്തുള്ള ഗുഡ്സ് ആയിരിക്കും? നിങ്ങൾ പോയി കണ്ടാൽ അറിയാം, എല്ലാ ഗുഡ്സും ഇഷ്ടംപോലെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉള്ള ഗുഡ്സ് ആയിരിക്കും. അപ്പോൾ ആ വില കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സുകൾ വാങ്ങിക്കാതെ നമ്മൾ ഈ വില കുറഞ്ഞ വസ്തുക്കൾ കൂടുതൽ വാങ്ങിക്കും. അപ്പൊ നമ്മൾ 1 വാങ്ങിച്ചത് ചിലപ്പോൾ 5 വാങ്ങിക്കും കൂടുതലായിട്ട് വില കുറഞ്ഞതുകൊണ്ട്. അപ്പോ നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, നമ്മളത് ആ വസ്തുവിൽ ചെലവാക്കുന്ന ടോട്ടൽ എമൗണ്ട് കൂടും. അതാണ് ഈ സെല്ലേഴ്സിന്റെ ലാഭം. അവർ അല്പം വില കുറയ്ക്കുമ്പോഴേക്കും നമ്മൾ ആദ്യം ഒരെണ്ണം വാങ്ങിച്ചത് ചിലപ്പോൾ 4 കൂടുതൽ വാങ്ങിക്കും. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് പണം കയ്യിലെത്തും, നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ പണം ചെലവാകും. ഇതാണ് ഇതിന്റെ ടെക്നിക്ക്. അപ്പോ അത് ഓർത്തിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞത് മനസ്സിലായി. ലക്ഷറി ഐറ്റംസിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഗുഡ്സിന്റെ കാര്യത്തിൽ വില കൂടുമ്പോൾ എക്സ്പെൻഡിച്ചർ കുറയും, വില കുറയുമ്പോൾ എക്സ്പെൻഡിച്ചർ കൂടും. ക്ലിയർ ആണോ? ഇതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഓഫ് മെഷറിംഗ് ഇലാസ്റ്റിക്.